وما النصر إلا من عند الله العزيز الحكيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തു ഖുറൈശ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. ഒന്ന് ഈ സൂറത്ത് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف الذي أطعمهم من جوع وآمنهم من خوف ലഇലാഫി ഖുറൈശ്. ഇങ്ങനെ തൊട്ടുമുമ്പുള്ള യാ അല്ലെങ്കിൽ വാവ് ഇതിനൊക്കെ സുക്കൂന് വരികയും അതിന് തൊട്ട് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുക അഥവാ നിർത്തുകയും ചെയ്താൽ അവിടെ മദ് കൊടുക്കണമെന്നാണ്. ഖുറൈശ് എന്ന് നീട്ടി വേണം നിർത്താൻ. ലഇലാഫി ഖുറൈശ്. ഖുറൈശ് ഖാഫാണ്. ലി ഈലാഫി ഹംസയാണ്. ലി ഈലാഫി ഖുറൈശ്. ഈലാഫിഹിം റിഹ്ല. ഈലാഫിഹിം എന്ന് പറയുന്നത് ഹ ആണ്. ഈലാഫിഹിം. റിഹ്ല എന്താണ്? ഹ. റിഹ്ല. റാ തറഖീഖ് ചെയ്ത് ഉച്ചരിക്കുക. അതായത് റി എന്നല്ല രി. രി. റിഹ്ലതശ്ശിതാഇ. ശിതാ താ നീട്ടി ഉച്ചരിക്കുക, മദ് കൊടുക്കുക. കാരണം ഹംസ വന്നതുകൊണ്ട് അലിഫുള്ള നീട്ടാനുള്ള അലിഫിന് ശേഷം ഒരു ഹംസ വന്നു. ഷിതാ മാ സമാ അതൊക്കെ മദ് കൊടുക്കുന്നത് പോലെ ഷിതാ. പിന്നെ ഖുറൈശ് നീട്ടി നിർത്തിയതുപോലെ വസൈഫ് നിർത്തുമ്പോൾ അങ്ങനെയാണ്. കൂട്ടി ഓതുമ്പോൾ വേണ്ട. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫി ഫൽയഅ്ബുദു. നിർത്തുകയാണെങ്കിൽ മാത്രം. ഖുറൈശ് വസ്സൈഫ്. സ്വാദാണ്, സീനല്ല. രണ്ടർത്ഥം മാറും. സീൻ ഉപയോഗിച്ച് സൈഫ് പറഞ്ഞാൽ വാൾ എന്നാണ് അർത്ഥം. സൈഫ് എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലം. ഫൽയഅ്ബുദു. ഫൽയഅ്ബുദു റബ്ബ. റബ്ബ എങ്ങനെയാണ്? റ തഫ്ഖീം ചെയ്യണം. റാഇനെ റ എന്ന് ഉച്ചരിക്കണം. റബ്ബുൽ ആലമീൻ. അതുപോലെ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഖുറൈശ് സൈഫ് പോലെ البيت رب هذا البيت
അല്ലദീ അത്അമഹും അല്ലദീ അത്അമഹും അത്അമന്റെ ആദ്യത്തിൽ ഹംസ ആ ഒരു താ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐനാണ് അത്അമ രണ്ടും മാറിപ്പോകരുത് ആദ്യ ഹംസ താ കഴിഞ്ഞ് വരുന്നത് ഐൻ അത്അമ അത്അമഹും മിൻ അത്അമഹും എന്നതിന്റെ അവസാനത്തിലെ സുക്കൂൻ ചെയ്ത മീം ശേഷമുള്ളത് ഹർക്കത്തുള്ള മീമാണ് അല്ലെ അത്അമഹും എന്നതിന്റെ അവസാനം സുക്കൂൻ ചെയ്ത മീം പിന്നെ മിൻ എന്നതിന്റെ ആദ്യത്തിൽ ഹറക്കത്തുള്ള മീം അപ്പൊ എന്ത് സംഭവിക്കും ഒന്നിനെ മറ്റൊന്നിലേക്ക് ലയിപ്പിച്ച് രണ്ടാമത്തേതിന് ശബ്ദ കൊടുത്ത് ഉച്ചരിക്കുക ഇദ്ഗാം അതിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക അത്അമഹും മിൻ ജൂ അവിടെ മിൻ എന്ന് അവ്യക്തമായി ഉച്ചരിക്കാനുള്ള കാരണം സുക്കൂൻ ചെയ്ത നൂനാണത് ശേഷം ജീമാണ് അപ്പൊ മിൻ ജൂ കൂട്ടി ഓതുകയാണെങ്കിൽ മിൻ ജൂഇൻ വ മിൻ ജൂഇൻ വ ആമനഹും മിൻ വീണ്ടും അവിടെ മിൻ എന്നതിൽ മിൻ എന്ന നൂനെ വെളിവാക്കി ഉച്ചരിക്കണം കാരണം ശേഷം ഖ ആണ് ഖൗഫിന്റെ ഖ മിൻ ജൂഇൻ എന്ന് പറയുന്നിടത്ത് മിൻ ജൂഇൻ അങ്ങനെ അതേസമയം മിൻ ഖൗഫ് എങ്ങനെ മിൻ ഖൗഫ് എന്ന് തന്നെ ഏതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ അവിടെ വെളിവാക്കി ഉച്ചരിക്കണം രണ്ടാമത്തേത് വെളിവാക്കരുത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ മിസ്ഖാല ദർറത്തിൻ ആണ് ആദ്യത്തേത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഖൈറൻ യറ അത് വേറെ മനസ്സിലായല്ലോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ അവിടെ മിസ്ഖാല ദർറത്തിൻ എന്ന് ഖൈറിന്റെ അടുത്ത് രണ്ടാമത്തേത് മിസ്ഖാല ദർറത്തിൻ ശർറൻ അത് ഖാ വന്നതുകൊണ്ടാണ് ഇൽഹാർ ചെയ്യേണ്ട 6 അക്ഷരങ്ങളുണ്ട് ഹംസ അതുപോലെ ഹ ഖ ഹ ഐൻ ഗൈൻ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നാൽ ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം നല്ലോണം കേൾക്കണം ഏതുപോലെ മിൻ ഖൗഫ് എന്നതുപോലെ തജ്വീദിന്റെ നിയമങ്ങളാണ് ഓതുമ്പോൾ അത് വരണം കാണാതെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം പഠിച്ചാൽ നല്ലത് പക്ഷെ ഓതുമ്പോൾ വരണം ഓതുമ്പോൾ വരാതെ പഠിച്ചിട്ട് കാര്യമില്ല ഒരു പ്രാവശ്യം കൂടി ഓതുക അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف الذي أطعمهم من جوع وآمنهم من خوف ഈ ആയത്ത് ഈ സൂറത്തിന്റെ അർത്ഥം പറയാം 4 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ലി ഈലാഫി ഖുറൈശ് ഈലാഫ് എന്ന് പറഞ്ഞാൽ കൂട്ടിയണക്കുക സൗകര്യപ്പെടുത്തുക സമാധാനം നൽകുക എന്നൊക്കെയാണ് അർത്ഥം ഈലാഫി ഖുറൈശ് ഖുറൈശികൾക്ക് സമാധാനം നൽകിയത് അവിടെ ലി എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ തന്നെ നമുക്ക് 2-3 തരത്തിൽ അർത്ഥം പറയാം ലി ഈലാഫി ഖുറൈശ് ഖുറൈശികൾക്ക് ഇണക്കം സൗകര്യം നൽകാൻ വേണ്ടി എന്ന് പറയാം ലി എന്ന് ചേർത്താൽ അതുപോലെ തന്നെ ഖുറൈശികൾക്ക് സമാധാനം ഇണക്കം നൽകിയതിനാൽ രണ്ടർത്ഥം ശ്രദ്ധിക്കുക ഇങ്ങനെ 2 രീതിയിൽ മുഫസ്സിറുകൾ
അല്ലെങ്കിൽ സമാനമായ രീതികളിൽ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. തഫ്സീർ കൂടുതൽ വായിച്ചാൽ മനസ്സിലാവും. ഖുറൈശികൾക്ക് ഇണക്കം സൗകര്യം നൽകിയത് കൊണ്ട്, അതുപോലെ ഖുറൈശികൾക്ക് ഇണക്കം സൗകര്യം നൽകാൻ വേണ്ടി. ഓക്കെ, മനസ്സിലല്ലോ. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം, വീണ്ടും ഈലാഫിഹിം, അവർക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അവർക്ക് ഇണക്കം നൽകിയതിനാൽ, റിഹ്ല യാത്ര, റിഹ്ല യാത്ര, റിഹ്ലത ശിതാഇ, ഷിതായിന്റെ യാത്ര, ഷിതായിലെ യാത്ര. ഷിതാ പറഞ്ഞാൽ എന്താണ്? ശൈത്യകാലം, തണുപ്പുകാലം. വസൈഫ്, സൈഫ് എന്താ? ഉഷ്ണകാലം, ചൂടുകാലം. ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അവർക്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു. ഫല്യഅബുദു, അതുകൊണ്ട് ഫല്യഅബുദു, അവർ ആരാധിക്കട്ടെ. ഫല്യഅബുദു, അതുകൊണ്ട് അവർ ഇബാദത്ത് ചെയ്യട്ടെ. റബ്ബിന്, ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിന്. ഏതാണ് ബൈത്ത്? അൽ കഅബ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ ബൈത്ത്, വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്, ലല്ലദീ ബിബക്കത മുബാറകൻ, മുബാറക്കായ അനുഗ്രഹീതമായ ബക്കയിലെ ആ ഭവനമാണ്. ബക്കറ മക്ക, ഉമ്മുൽ ഖുറ, വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ ഒരു വെളിച്ചമായിക്കൊണ്ട്, സന്മാർഗമായിക്കൊണ്ട്. അള്ളാഹു ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പള്ളികളെ ബൈത്ത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ യുദ്കറ അൻ യുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിന്റെ പേര് ഉയർത്താൻ, ഓർമ്മിക്കപ്പെടാൻ അള്ളാഹു ഇതിന് നൽകിയിട്ടുള്ള അവന്റെ ഭവനങ്ങൾ, പള്ളികൾ. അവിടെ ഉണ്ട് റിജാലുൻ ഫീഹി റിജാലുൻ, അവിടെ ചില ആളുകളുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തുൻ, അവരെ കച്ചവടമോ ഒന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിച്ച് കളയാത്ത ആളുകൾ അതിലുണ്ട് എന്ന് അള്ളാഹു പള്ളികളെ കുറിച്ച് പറഞ്ഞു. ബൈത്ത്, ബുയൂത്ത്, അള്ളാഹുവിന്റെ ഭവനം. ഈ ബൈത്തിന്റെ, ഈ കഅബയുടെ റബ്ബായ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. അല്ലദീ, അവൻ ഏതൊരുവനാണോ, ആ റബ്ബാരാണോ അവൻ, അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു. അത്അമ പറഞ്ഞാൽ ഭക്ഷണം നൽകുക, അത്അമ, ത്വാം ഭക്ഷണം. അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു. മിൻ ജൂഇൻ, ജൂ എന്താ? വിശപ്പ്. വിശപ്പിൽ നിന്ന് അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകിയിരിക്കുന്നു. വിശപ്പിൽ നിന്ന് അള്ളാഹു അവരെ മോചിപ്പിച്ച് ഭക്ഷണം നൽകിയവൻ അവൻ ആരാണോ. വആമനഹും, അവർക്ക് അള്ളാഹു അമ്ന് നൽകിയിരിക്കുന്നു. അമ്നെന്താ? നിർഭയത്വം. നിർഭയത്വം അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു. മിൻ ഖൗഫ്, ഖൗഫിൽ നിന്ന്, ഭയത്തിൽ നിന്ന്. അവർക്ക് വിശപ്പിന് ശേഷം ഭക്ഷണം നൽകിയവൻ, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകിയവൻ ആരോ, ആ റബ്ബിനെ, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അവർക്ക് ഷിത്തായിലെയും സൈഫിലെയും യാത്രകൾ സൗകര്യപ്പെടുത്തിയവൻ ആർക്ക്? ഖുറൈശികൾക്ക്. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. ഇനി തഫ്സീറിലേക്ക് കടക്കാം. അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്ൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. അദ്ദേഹം പറയാണ്, ശ്രദ്ധിക്കുക. قال كثير من المفسرين إن الجار والمجرور متعلق بالسورة التي قبلها. ഈ സൂറത്തിൽ തുടക്കത്തിൽ ഒരു ജാർ, അതായത് ഈ ലാം ഉണ്ടല്ലോ, ആദ്യത്തെ ലാം, ലി എന്ന് ഞാൻ പറഞ്ഞു. ലി വന്നതുകൊണ്ടാണ് അവിടെ ഇലാഫി എന്ന് വന്നിട്ടുള്ളത്. ഇലാഫി, അവിടെ കെസർ ചെയ്യാൻ കാരണം എന്താണ്? ലി വന്നതുകൊണ്ടാണ്. കെസർ കൊടുക്കുന്ന വാക്കുള്ള ഫി, മിൻ, ഇല, അല എന്നൊക്കെ ഒരു പേരിന്റെ മുന്നിൽ വന്നാൽ ആ പേരിന്റെ അവസാനം കെസറാവും. ഫിൽ ബൈത്തി എന്ന് പറയാം, ഫിൽ മസ്ജിദി, അലൽ മസ്ജിദി, അലശാരിഇ, അനിശാരി എന്നൊക്കെ. അതുപോലത്തെ ഒരു വാക്കാണ് ലി. ലീലാഫി, ലമ്മിന് പകരം കെസറാക്കാനുള്ള കാരണം, സാധാരണ അത് അടിസ്ഥാനപരമായി ലമ്മാണ് ഉണ്ടാവുക. ഈലാഫുൻ എന്നാണ് വാക്ക്. കെസറാൻ കാരണം ലീലാഫി. ആ ലി എന്ന് പറഞ്ഞാൽ ആ ലി തൊട്ടു മുമ്പുള്ള സൂറത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിന്നിൽ എടുത്തു പോകുന്നത് കൊണ്ടാണ്
തൊട്ടുമുമ്പുള്ള സൂറത്ത് ഏതാ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആനക്കാരെ എന്ത് ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ, നീ കണ്ടില്ലേ? അവരെങ്ങനെയാണ് അല്ലാഹു അവരെ കൊണ്ട് പ്രവർത്തിച്ചത്? അവസാനം പറഞ്ഞു ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നു തീർത്ത വൈക്കോല് പോലെ അല്ലാഹു അവരാക്കി തീർത്തു. ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യത്തിന് വേണ്ടി. മനസ്സിലാലോ? ഖുറൈശികൾക്ക് ഇണക്കത്തിന് വേണ്ടി, അവർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി എന്ന് ഈ ആയത്തിനെ തൊട്ടു മുമ്പുള്ള സൂറത്തുമായി മുഫസ്സിറുകൾ, ഒരുപാട് മുഫസ്സിറുകൾ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ലിഇലാഫി ഖുറൈശ് ഫഅൽനാ മാ ഫഅൽനാ ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാമത്തു സഅദി റഹിമഹുല്ലാ പറയുകയാണ് ഫഅൽനാ മാ ഫഅൽനാ ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരെ നാം ചെയ്തതെന്തോ അത് നാം ചെയ്തു. ലിഅജലി ഖുറൈശ്, ആർക്ക് വേണ്ടിയാണ്? ഖുറൈശികൾക്ക് വേണ്ടി. വഅംനിഹിം, അവരുടെ നിർഭയത്വത്തിന് വേണ്ടി. വസ്തിഖാമതി മസാലിഹിഹിം, അവരുടെ ഒരുപാട് മസ്ലഹത്തിന് വേണ്ടി, അവരുടെ സൗകര്യങ്ങൾ അത് നിലനിൽക്കാൻ വേണ്ടി. വൻതിളാമി റിഹ്ലതിഹിം, അവരുടെ യാത്ര അത് സൗകര്യമുണ്ട്, അതിനൊരു ഘടന ഉണ്ടാകാൻ വേണ്ടി. കാരണം ഈ ബൈത്തിന്റെ ആളുകളാണിവർ എന്നതാണ് അവർക്കെല്ലാ നാടുകളിലും നിർഭയരായി സഞ്ചരിക്കാൻ സൗകര്യം നൽകുന്നത്. ആ ബൈത്ത് പൊളിച്ചാലോ അത് പോയി. മനസ്സിലായല്ലോ? കഅബയുടെ ആളുകൾ എന്നുള്ളതാണ് ഖുറൈശികൾക്ക് അറബികൾക്കിടയിൽ ശ്രേഷ്ഠതയുള്ളത്. എവിടെ പോയാലും അവരാരും ഒന്നും ചെയ്യില്ല, അവരെ കൂടെ കൂടെ അവരൊന്നും ചെയ്യില്ല. ആ ഹറം പ്രദേശത്തിന് അള്ളാഹു നിർഭയത്വം നൽകിയതുപോലെ അവർ പുറത്തു പോയാലും അവർക്ക് നിർഭയത്വം അള്ളാഹു നൽകിയിട്ടുണ്ട്. കഅബ പൊളിഞ്ഞത് പോയില്ലേ, അള്ളാഹു അത് പൊളിക്കാൻ സമ്മതിച്ചില്ല. ഖുറൈശികൾക്ക് കൊടുത്ത വലിയ അനുഗ്രഹമാണ്. അവരുടെ യാത്ര അള്ളാഹു അത് മുഖേന സൗകര്യപ്പെടുത്തി. ഫിശ്ശിതാഇ ലിൽ യമൻ, ശിതായിൽ അവരെവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്ക്. ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് അവർ പോയിരുന്നത് യമനിലേക്കാണ് കച്ചവടത്തിന്. കച്ചവടക്കാരായിരുന്നു ഖുറൈശികൾ. അതുപോലെ വസ്സൈഫി ലിശ്ശാം, സൈഫിൽ എവിടത്തേക്കാണ് പോയത്? ഷാമിലേക്കാണ്. ഷാം എന്ന് പറഞ്ഞാൽ സിറിയയും ജോർദാനും ഫലസ്തീനും ഒക്കെ ഉൾപ്പെടുന്ന, ജൂതന്മാര നാടും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രദേശത്തിനാണ് ഷാം എന്ന് മുമ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാർ താമസിച്ചിരുന്ന നാടാണ് ഷാം. യമനിനും അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, യമനിനെയും യമനികളെയും കുറിച്ച്. യമനിലേക്ക് അവർ ഷിതായിൽ തണുപ്പ് കാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കുമായിരുന്നു കച്ചവടത്തിന് വേണ്ടി പോയിരുന്നത്. ലി അജലി തിജാറ വൽ മക്കാസിബ്, അവരുടെ സമ്പാദിക്കാനും കച്ചവടത്തിനും ആയിരുന്നു അവർ പോയിരുന്നത്. ഫഅഹ്ലകല്ലാഹു മൻ അറാദഹും ബിസൂഇൻ, ആ കഅബയെ ദുഷ്ടലക്ഷ്യത്തോടെ കഅബയെ ഉദ്ദേശിച്ച് വന്ന ആളുകളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ആരാത്? അബർഹത്തും ആളുകളും. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് വരുമ്പോൾ അത് പറയാം. വഅദുമ അംറുൽ ഹറം വഅഹ്ലിഹി ഫീ ഖുലൂബിൽ അറബ്, ഇതോടുകൂടി ഹറമിന്റെ സംരക്ഷകരായ ഈ ഖുറൈശികളെ കുറിച്ച് അറബികളുടെ മനസ്സിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉയർന്നു. മഹത്വം വരെ സ്ഥാനം കിട്ടിയവർക്ക്. കാരണം ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. മനസ്സിലായല്ലോ? കഅബ നശിപ്പിക്കാൻ വന്ന ആളുകൾ അള്ളാഹു നശിപ്പിച്ചത് എല്ലാവരും അറിഞ്ഞു. അതിന്റെ ശ്രേഷ്ഠത ഒന്നുകൂടി വർദ്ധിച്ചു. അവരുടെ സ്ഥാനം അറബികളുടെ മനസ്സിൽ, ബാക്കിയുള്ള അറബികളുടെ മനസ്സിൽ ഒന്നുകൂടി മഹോന്നതമായി. ഹത്താ ഇഹ്തറമൂഹും വലം യഅ്തരിദൂ ലഹും ഫീ അയ്യി സഫരിൻ അറാദു, അതുകൊണ്ട് അവർ ബഹുമാനിക്കപ്പെട്ടു. ആളുകൾ അവരെ ബഹുമാനിച്ചു. അവരേത് യാത്ര പോകാനും അവർക്ക് യാതൊരു തടസ്സം ഉണ്ടായില്ല. എവിടത്തേക്ക് പോകാനും ഒരു ബുദ്ധിമുട്ടില്ല. ആരും അവരെ ദ്രോഹിക്കില്ല. പണ്ടത്തെ അറബികൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലുള്ള പതിവെന്താ, യാത്രാ സംഘങ്ങൾ കൊള്ളയടിക്കപ്പെടും. കൊള്ളക്കാരുണ്ടാവും മരുഭൂമിയിൽ. അവർ വന്ന് കൊള്ളടിച്ചു പോയാൽ പിന്നെ ഒന്നുമില്ലാതെയായി. അത് പതിവാണ്. അതൊന്നും അറബികൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. അവരെ കൂടെ കൂടിയവർക്കും പ്രശ്നമില്ല. അവരെ കൂടെ, ഖുറൈശികളെ കൂടെ പോയാൽ നല്ല നിർഭയത്വം. വലിഹാദ അമറഹുമുല്ലാഹു ബിശുക്ർ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ് ശുക്ർ കാണിക്കാൻ, കൽപ്പിക്കുകയാണ് അല്ലാഹു അവരോട്. ഫഖാല, അതുകൊണ്ട് അല്ലാഹു അവരോട് പറയുന്നു ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഐ ലിയുവഹിദൂ,
യഅ്ബുദു എന്ന് പറഞ്ഞാൽ യുവഹിദു, അവനെ മാത്രം ആരാധിച്ചു കൊള്ളട്ടെ, തൗഹീദ് അവർ സ്വീകരിച്ചു കൊള്ളട്ടെ. വയുഖ്ലിസു ലഹുൽ ഇബാദ, ഇബാദത്ത് നിഷ്കളങ്കമായി അവന് മാത്രമാക്കി കൊള്ളട്ടെ അവർ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അല്ലാഹുവിനുള്ളതാണ് ഖാലിസായ ദീൻ, ഒരു കളങ്കവുമില്ലാത്ത കീഴ്വണക്കം, ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈ കഅബ മുഖേന അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി, കച്ചവടം ചെയ്യാൻ അവർക്ക് അള്ളാഹ് സൗകര്യപ്പെടുത്തി, അതുപോലെ നിർഭയത്വം നൽകി, പേടിയില്ലാണ്ടാക്കി. അങ്ങനെയുള്ളവനാണ് ഈ കഅബയുടെ റബ്ബ്. ഫറഖ്ദുർ റിസ്ഖി വൽ അംനു മിനൽ മഖാവിഫ് മിൻ അക്ബരി നിഅമി ദുനിയവിയ്യ. നല്ല ഭക്ഷണം കിട്ടുക, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ സൂറത്തുള്ള പാഠമാണിത്. നല്ല ഭക്ഷണം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, ഒരു പട്ടിണിയില്ലാതെ. പണ്ടത്തെ ആളുകൾ, ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ജീവിച്ച ആളുകൾ എത്ര പട്ടിണി കിടന്നിട്ടുണ്ട്? പ്രായമുള്ളവരോട് ചോദിച്ചു നോക്ക്. പട്ടിണി കിടന്ന ആളുകൾ, ബുദ്ധിമുട്ടിയ ആളുകൾ, ഇനി പൈസ ഉള്ള ആളുകൾക്ക് വരെ സാധനങ്ങൾ സുലഭമായി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അരി പോലും വീട്ടിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ പോലും. ഫറഖ്ദുർ റിസ്ക്, സുഭിഷ്ടമായ ഭക്ഷണം. വൽ അംനു മിനൽ മഖാവിഫ്, അതുപോലെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നുള്ള നിർഭയത്വം. മിൻ അക്ബരി നിഅമി ദുനിയവിയ്യ, ദുനിയാവിലെ വലിയ നിഅമത്തുകളിൽപ്പെട്ട അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ആശയം അടങ്ങുന്ന ഹദീസാണിത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആമിനൻ ഫീ സിർബി, അവന്റെ കുടുംബത്തിൽ, വീട്ടിൽ, അവന്റെ പ്രദേശത്ത് അവൻ നിർഭയനാണ്. നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരു ബോംബൊന്നും വീഴാനില്ല, യുദ്ധമൊന്നും നടക്കുന്നില്ല, ആരും നമ്മളെ കൊല്ലാനൊന്നും വരുന്നില്ല എന്നൊരു നിർഭയത്വം അതുണ്ടെങ്കിൽ. മുആഫൻ ഫീ ജസദി, തടിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ശരീരത്തിൽ ആരോഗ്യമുണ്ട് രാവിലെ എണീക്കുമ്പോൾ. ഇൻദഹു ഖൂതു യൗമി, അന്ന് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ. നമ്മൾക്ക് എത്ര ഭക്ഷണമുണ്ട്? അന്ന് തിന്നാനുള്ള ഭക്ഷണം, അതുപോലെ നിർഭയത്വം, അതുപോലെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, അവന് ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെ. മറ്റൊരു ഹദീസിലുള്ളത് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടിയതുപോലെ. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അനുഗ്രഹമാണ് നിർഭയത്വം. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്തു പറഞ്ഞ അനുഗ്രഹമാണിത്. അല്ല, സീറു ഫീഹാ ലയാലിയ വഅയ്യാമൻ ആമിനീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല സബ എന്ന നാട്ടിൽ ജീവിച്ച ആളുകളോട് പറഞ്ഞു, അവർക്ക് നിർഭയത്വം കൊടുത്തു. എന്നിട്ട് ആ അനുഗ്രഹം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അവരോട് പറയപ്പെട്ടു, സീറു ഫീഹ, നിങ്ങൾ യാത്ര ചെയ്തോളൂ, ലയാലിയ, രാത്രിയും, അതുപോലെ അയ്യാമൻ, പകലിലും, ആമിനീൻ, അങ്ങനെ നിർഭയത്വത്തോടെ യാത്ര ചെയ്തോളൂ. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിർഭയത്വം എന്ന് പറയുന്നത് അംന്, വലിയ അനുഗ്രഹമാണ്. നിർഭയത്വം ഇല്ലെങ്കിൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അവൻ അള്ളാഹു നൽകിയിട്ടുള്ള ബാക്കി സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. പേടിയുള്ള ഒരു മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അഹങ്കാരവും ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തായിട്ടുള്ള ഖബൂലിനെ സ്വീകരിക്കാൻ നമുക്ക് തടസ്സമായി വരുന്ന കാര്യമാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തിന്, ഖബൂൽ എന്ന ഷർത്തിന് കോട്ടം സംഭവിക്കുന്ന അതിന്റെ എതിർഭാഗമായ റദ്ദ്, അതിൽപ്പെട്ടതാകുന്നു ബിനഖ്ലി ശർത്തി സാലിസ് മിൻ ശുറൂതി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ യഅ്തരിദു അലാ ബഅദിൽ അഹ്കാമി ശർഇയ്യ. അല്ലാഹുവിന്റെ ശർഇൽപ്പെട്ട ഏതെങ്കിലും അഹ്കാമുകളിൽ നിന്ന് ആരെങ്കിലും പുറംതിരിയുകയാണെങ്കിൽ, ഔ അലാ ബഅദിൽ ഹുദൂദി വയറുദ്ദുഹാ, അല്ലാഹുവിന്റെ ദീനിൽപ്പെട്ടിട്ടുള്ള ചില ഹുദൂദുകൾ അതിനാരെങ്കിലും നിരാകരിക്കുകയാണെങ്കിൽ, കല്ലദീന യഅ്തരിദൂന അലാ ഹദ്ദി സരിഖ, മഹാനായ സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, അതിന് ഉദാഹരണമായി ചില ആളുകൾ, മോഷ്ടിച്ചവനുള്ള ശിക്ഷാ നടപടി എന്താണ് ഇസ്ലാമിൽ? അവന്റെ കൈ മുറിക്കുക, അവന്റെ കൈപ്പട മുറിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വല്ലദീന യഅ്തരിദൂന അലാ ഹദ്ദി സിന, വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്താണ്? ശിക്ഷാ നടപടി എന്താണ്? അവനെ അവിവാഹിതനാണെങ്കിൽ അടിക്കുക, 100 അടി അടിക്കുക. വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലുക. ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ, അതിനെ സ്വീകരിക്കാൻ മനപ്രയാസമാണ്. അവർ അതിനെ
പുറംതിരിയുന്നു. വല്ലദീന യഅ്തരിദൂന അലാ തഅദ്ദുദി സൗജാത്ത്, അതോടൊപ്പം ബഹുഭാര്യത്വം, ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയില്ലായ്മ ചില ആളുകൾക്ക് ഇക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഒക്കെ ശരിയാണ്, പക്ഷേ ആ ബഹുഭാര്യത്വം ഉണ്ടല്ലോ എന്ന് ചില ആളുകൾ അറിയാതെ പറഞ്ഞു പോകുന്നു. വഹാദാ കുല്ലുഹു ദാഖിലുൻ ഫി റദ്ദി വഅദമിൽ ഖബൂലി ലിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലയുടെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലിനെ ബാധിക്കുന്ന, അതിന്റെ എതിർഭാഗമായ റദ്ദിലേക്ക് പോകുന്ന കാര്യങ്ങളാകുന്നു. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ വകുപ്പില്ല, എല്ലാം നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് സാർവകാലിക പ്രസക്തമല്ല. അത് അന്നത്തെ കാലത്തേക്ക് അത് സ്യൂട്ടബിൾ ആയിരുന്നു. ഇന്ന് പിന്നെ കട്ടവന്റെ കൈമുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കൂടിപ്പോയി. വിവാഹിതനായ വിചാരിയെ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രൂരമായി പോയി എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലിനെ ബാധിക്കുന്ന, അതിന്റെ എതിരായ റദ്ദിലേക്ക് പോകുന്ന കാര്യമാകുന്നു, കുഫ്റിലേക്ക് എത്തിച്ചേരാവുന്ന വാചകങ്ങളാകുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തായിട്ടുള്ള ഖബൂൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഖുറൈശികൾക്ക് 7 പ്രത്യേകതകൾ നൽകിയിരിക്കുന്നു. 7 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഖുറൈശികൾക്ക് ഫദ്ല് നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അന്നീ മിൻഹും, ഞാൻ അവരിൽ പെട്ടവനാണ്. വ ഇന്ന നുബുവത ഫീഹിം, പ്രവാചകത്വം അവരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ പ്രവാചകത്വവും അവരിലാണ്. വൽ ഹിജാബത വസ്സിഖായത ഫീഹിം, ഹിജാബത്തും സിഖായത്തും അവരിലാണ്. ഹിജാബത്ത് എന്ന് പറഞ്ഞാൽ കഅബയെ സംരക്ഷിക്കാനുള്ള ചുമതല, കഅബയുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ ഹിജാബ എന്ന വാക്കിൽ ഉദ്ദേശിക്കപ്പെടും. അതിന്റെ സംരക്ഷകരാരാണ്? ഖുറൈശികളാണ്. സിഖായ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക. അതിനൊരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥാനവും ആർക്കാണ്? ഖുറൈശികൾക്കാണ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പാനീയങ്ങൾ നൽകുക. വഅന്ന അല്ലാഹ നസറഹും അലൽ ഫീൽ, അടുത്ത പ്രത്യേകത എന്താണ്? അള്ളാഹു ആനക്കാർക്കെതിരിൽ, ആനയും കൊണ്ട് കഅബ വിളിക്കാമെന്ന ആളുകൾക്കെതിരിൽ അള്ളാഹു അവരെ സഹായിച്ചു, ഖുറൈശികളെ സഹായിച്ചു. അതാണ് ഒന്ന്. മറ്റൊന്ന് അതുപോലെ മറ്റൊന്ന് വഇന്നഹും അബദുല്ലാഹ 10 സിനീൻ ലാ യഅബുദുഹു ഗൈറഹും, അവർ അള്ളാഹുവിനെ 10 കൊല്ലം അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, വേറെ ആരെയും ആരാധിക്കാതെ. അങ്ങനെ ഒരു സംഭവം, ഒരു കാലഘട്ടം ഖുറൈശികളുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. വഅന്ന അല്ലാഹ അൻസല ഫീഹിം സൂറത്തൻ മിനൽ ഖുർആൻ, ഇതാണ് അവസാനത്തെ. അള്ളാഹു അവരിൽ ഒരു സൂറത്ത് അവതരിപ്പിക്കുകയുണ്ടായി. സുമ്മ തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതി. 7 പ്രത്യേകതകൾ. ഞാൻ അവരിൽപ്പെട്ടവനാണ്, പ്രവാചകത്വം അവരിലാണ്, അതുപോലെ ഹിജാബ അവരിലാണ്, സിഖായ അവരിലാണ്, ഫീലുകാർക്കെതിരിൽ അള്ളാഹു അവരെ സഹായിച്ചു. അതുപോലെ അവർ 10 വർഷം അള്ളാഹിനെ മാത്രം ആരാധിച്ചു, മറ്റാരെ ആരാധിച്ചില്ല. അതുപോലെ അള്ളാഹു അവരെക്കുറിച്ചൊരു സൂറത്ത് ഇറക്കുകയുണ്ടായി. എത്രനായി? ഞാൻ അവരിൽപ്പെട്ടവനാണ്, പ്രവാചകത്വം അവരിലാണ്, ഹിജാബത്ത് അവർക്കാണ്, സിഖായത്ത് അവർക്കാണ്, അള്ളാഹു ഫീലുകാർക്കെതിരിൽ അവർ സഹായിച്ചു. അതുപോലെ 10 കൊല്ലം അള്ളാഹുവിനെ മാത്രം അവർ ആരാധിച്ചു. അതുപോലെ ഖുർആൻ അവരുടെ വിഷയത്തിൽ അള്ളാഹു ഒരു സൂറത്ത് ഇറക്കി. അന്നീ മിൻഹും വ ഇന്ന നുബുവത ഫീഹിം എന്നതിനെ 2ആയി എണ്ണിയാൽ 7 കറക്റ്റാണ്. ഞാൻ അവരിൽപ്പെട്ടവനാണ്, അതുപോലെ പ്രവാചകത്വം അവരിലാണ്. അപ്പോൾ 7 ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. ഇത് ഹസൻ ആണെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ 1944 നമ്പറായി ഈ ഹദീസ് കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരീഖുൽ കബീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലല്ല, താരീഖുൽ കബീർ എന്ന കിതാബിൽ. ഇനി ഇബ്നു കസീർ പറയുകയാണ്, ഹാദിഹി സൂറ മഫ്സൂല അനില്ലതി ഖബ്ലഹാ ഫിൽ മുസ്ഹഫിൽ ഇമാം. ഈ സൂറത്ത്
ഇമാമായ മുസ്ഹഫ്, അതായത് മാതൃകയായ മുസ്ഹഫ് ഉണ്ടല്ലോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മാതൃകയാക്കി സ്വീകരിച്ച മുസ്ഹഫിൽ, മുസ്ലിമീങ്ങളെല്ലാവരും യോജിച്ച മുസ്ഹഫിൽ ഈ സൂറത്തും അതിന്റെ മുന്നിലുള്ള സൂറത്തും വേറെ വേറെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം ഇമാം ഖുർത്തുബി ഒക്കെ പറയുന്നുണ്ട്, പല ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്ഹഫിൽ ഈ രണ്ട് സൂറത്ത് ഒന്നായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫജഅലഹും കാസ്ഫിൻ മഅകൂലിൻ ലീലാഫി ഖുറൈശ്. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും യോജിച്ച ഇമാം ആയ മുസ്ഹഫിൽ, മാതൃക മുസ്ഹഫിൽ ഇത് വേറെ വേറെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കതബു ബൈനഹുമാ സത്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാത്രമല്ല ഈ രണ്ട് സൂറത്തുകൾക്കിടയിൽ ബിസ്മി രേഖപ്പെടുത്തപ്പെട്ടു. രണ്ട് സൂറത്തായിട്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയി ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. വഇൻ കാനത് മുതഅല്ലിഖ ബിമാ ഖബ്ലഹ, പക്ഷേ ഇത് മുമ്പുള്ള സൂറത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറെ വേറെ സൂറത്തുകളായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം പറയുകയാണ്, ഈലാഫി ഖുറൈശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈലാഫി ഖുറൈശ്, ഞാൻ പറഞ്ഞ ഒരു വിശദീകരണം എങ്ങനെയാണ്, തൊട്ടു മുമ്പത്തുള്ള ആയത്തിനോട് ചേർത്തിട്ട് അവരെ നശിപ്പിച്ചു ഇവർക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി. പിന്നെ ലി എന്നതിന് നമുക്ക് എന്തർത്ഥം പറയാം, ഞാൻ പറഞ്ഞു, അങ്ങനെ സൗകര്യപ്പെടുത്തിയതിനാൽ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അങ്ങനെയും വിശദീകരണം വന്നിട്ടുണ്ട്. അൽ മുറാദു ബിദാലിക മാ കാനു യലഫൂന മിനർ റിഹ്ല ഫി ശിതാഇ ഇലൽ യമൻ വഫി സൈഫി ഇലൽ ശാം ഫിൽ മതാജിരി വഗൈരി ദാലിക്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അള്ളാഹു അവർക്ക് സൗകര്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാലത്തെ രണ്ട് യാത്രകൾ. സുമ്മയർജിഊന ഇലാ ബലദിഹിം ആമിനീന ഫി അസ്ഫാരിഹിം ലിഅളമതിഹിം ഇൻദന്നാസ്, ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഇവരെ കുറിച്ചുള്ള മഹത്വം കാരണത്താൽ നിർഭയരായി യാത്ര കഴിഞ്ഞ് ഇവർ മടങ്ങി വരും. ലികൗനിഹിം സുക്കാനു ഹറമില്ലാഹ്, അള്ളാഹുവിന്റെ ഹറമിന്റെ അടുത്തുള്ള താമസക്കാരാണ് അവർ എന്നതിനാൽ. ഫമൻ അറഫഹും ഇഹ്തറമഹും, അവരാര് തിരിച്ചറിഞ്ഞോ അവർ ഇവരെ ഖുറൈശികൾ ബഹുമാനിക്കും. ബൽ മൻ സൂഫിയ ഇലൈഹിം വസാറമാഹും അമിന ബിഹിം, നേരത്തെ പറഞ്ഞാണ് അവരെ കൂടെ കൂടിയവർ വരെ നിർഭയരാകും. വഹാദാ ഹാലുഹും ഫി അസ്ഫാരിഹിം വരിഹ്ലതിഹിം ഫി ശിതാഇഹിം വസൈഫിഹിം, ഉഷ്ണകാലത്തും ശൈത്യകാലത്തൊക്കെ യാത്രയിൽ ഇവരുടെ അവസ്ഥ ഇതാണ്. വഅമ്മാ ഫി ഹാലി ഇഖാമതിഹിം, എന്നാൽ നാട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ഫകമാ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ 67-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ വയുതഖത്തഫു الناസു മിൻ ഹൗലിഹിം, അവർ കാണുന്നില്ലേ അവർക്ക് നാം ഒരു ഹറമുൻ ആമിൻ, അതായത് നിർഭയത്വമുള്ള ഒരു ഹറം നാം അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തത് അവർ കാണുന്നില്ലേ. വയുതഖത്തഫു الناസു മിൻ ഹൗലിഹിം, അതിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നു. ചുറ്റുഭാഗത്തൊക്കെ കുഴപ്പമാണ്, പക്ഷെ ഹറമിന്റെ അകത്ത് കയറി ആരും കുഴപ്പമുണ്ടാക്കൂല, അതിന്റെ അകത്ത് കയറിയാൽ നിർഭയനായി എന്നത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടില്ലേ എന്ന് അള്ളാഹു പറയുണ്ടായി. വലിഹാദാ ഖാല തആല, അതുകൊണ്ടാണ് ഈ സൂറത്തിലും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഖാല ഇബ്നു ജരീർ തബ്രി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയുണ്ടായി, അസ്സവാബ് അന്നല്ലാം ലാമു തഅജ്ജുബ്. ഞാൻ പറഞ്ഞിങ്ങനെ മുൻഗാമികളുടെ വ്യത്യസ്ത വിശദീകരണങ്ങൾ അത് ഒന്ന് പറ്റുന്നതിനെതിരല്ല, മറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉതകുന്നതാണ്. അസ്സവാബ് അന്നല്ലാം ലാമു തഅജ്ജുബ്, അദ്ദേഹം പറയാണ് ഈ ലാം ഈലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ ലി എന്താണ്? അത്ഭുതം പ്രകടിപ്പിക്കാനുള്ള ലാമാണ് എന്ന് പറഞ്ഞാൽ ഇഅ്ജബൂ ലിഈലാഫി ഖുറൈശ് വനിഅമതി അലൈഹിം ഫീ ദാലിക്, അല്ലാഹു പറയുകയാണ് നിങ്ങൾ അത്ഭുതപ്പെടൂ നാം അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിൽ, അവർക്ക് കൊടുത്ത ഈ സൗകര്യത്തിൽ. കാരണം അത്ഭുതം തന്നെയല്ലേ, ആർക്കുമില്ലാത്ത ആ നിർഭയത്വമില്ലാത്ത ആ കാലത്ത് ആ നാട്ടിൽ അവർക്ക് മാത്രം നിർഭയത്വം. അതുപോലെ ഖാല, അദ്ദേഹം പറഞ്ഞു, വദാലിക ലിഇജ്മാഇൽ മുസ്ലിമീന അല അന്നഹുമാ സൂറത്താനി മുൻഫസിലത്താനി മുസ്തഖില്ലത്താൻ. ഇബ്നു ജരീർ പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ ഇജ്മാ പ്രകാരം ഇത് രണ്ടും വേറെ വേറെ സൂറത്തുകൾ തന്നെയാണ്. ഏതൊക്കെ? സൂറത്തുൽ ഫീലും സൂറത്തുൽ ഖുറൈശും. ثم أرشدهم إلى شكر هذه النعمة العظيمة, അള്ളാഹു ഇതിനു ശേഷം ഈ വലിയ നിഅമത്തിന് നന്ദി കാണിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതേതായത്തില? ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്,
ഏതുപോലെ സൂറത്തു നംലിൽ അല്ലാഹു പറഞ്ഞു 91-ാമത്തെ ആയത്തിൽ ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദതി അല്ലദീ ഹറമഹാ വലഹു കുല്ലു ഷൈ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഖുൽ പറയൂ നബിയെ, ഇന്നി ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദതി അല്ലദീ ഹറമഹാ വലഹു കുല്ലു ഷൈ വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഈ നാട്ടിന്റെ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇതിനെ ഹറം ആക്കിയ അള്ളാഹുവിനെ, അതുപോലെ വലഹു കുല്ലു ഷൈ അവനുള്ളതാണ് എല്ലാം, എല്ലാം എന്റേതാണ്, ഹറം മാത്രമല്ല എല്ലാം. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്ത് പോലെയാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കണം, അദ്ദേഹം പറയുകയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വല യഅ്ബുദു മിൻ ദൂനിഹി സനമൻ വല നിദ്ദൻ വല വസനൻ. ഒരു വിഗ്രഹത്തെയോ അള്ളാഹുവിന് പുറമെ ഒരു പങ്കാളിയെ നിങ്ങൾ ആരാധിക്കരുത്. ولهذا من استجاب لهذا الامر جمع الله له بين امن الدنيا وامن الاخره. ഈ കാര്യം അള്ളാഹു കൽപ്പിച്ച ഈ കാര്യം റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നത് ചെയ്താൽ അള്ളാഹു അവന് ദുനിയാവിലും അമ്ന് നൽകും, പരലോകത്തും അമ്ന് നൽകും. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ആരാണോ വിശ്വസിച്ചത് എന്നിട്ട് ആ വിശ്വാസത്തിൽ ളുൽമ് കലർത്താത്തത്, ആ ളുൽമ ഏതാ? ശിർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അവർക്കാകുന്നു അമ്നുള്ളത്, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ അവരാകുന്നു സന്മാർഗം സിദ്ധിച്ച ആളുകൾ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈമാനും അമ്നും തമ്മിൽ അത്രയും ആ പദത്തിൽ പോലും ബന്ധമുള്ളതാണ്. മുഅ്മിൻ എന്തായിരിക്കും? നിർഭയനായിരിക്കും. അവനൊന്നും പേടിക്കാനില്ലല്ലോ. ആരെ പേടിക്കാനുള്ളത്? ആരെയും പേടിക്കാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞതുപോലെ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മോനെ, നീ അറിയണം, എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി, ലോകം മുഴുവൻ ഒരുമിച്ചു നിനക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ, പക്ഷെ ആ ഉപകാരം അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടില്ല എനിക്ക് കിട്ടണമെന്ന്, എങ്കിൽ അവരെല്ലാവരും കൂടിയാൽ അത് ചെയ്തു തരാൻ പറ്റൂല. വലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. അള്ളാഹ് അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കെന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു ഉപദ്രവം അല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റൂല. അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാവരും കൂടിയാലും നബിമാര് വെല്ലുവിളിച്ചില്ല അവരെ കൗമിനെ, സുമ്മ കീദൂനി ഫലാ തുൻദറു, നിങ്ങൾ എല്ലാവരും കൂടി കൂടിക്കോ, എനിക്കൊരു നേരവും നിങ്ങൾ തരണ്ടില്ല, ഒരു സമയം തരണ്ട, നിങ്ങൾ എല്ലാവരും കൂടിക്കോ എനിക്കെതിരെ. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, ഞാൻ എൻ്റെ റബ്ബിൽ, നിങ്ങളുടെ ഈ റബ്ബായ അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. മാ മിൻ ഷൈഇൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഒരു വസ്തുവില്ല ദുനിയാവിൽ അള്ളാഹു അതിന്റെ കുടുംബക്ക് പിടിച്ചിട്ടല്ല, അത് മൂർദാവിൽ പിടിച്ചിട്ടല്ല, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. സത്യവിശ്വാസി അവൻ നിർഭയനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയത്തിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ ആജിസി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വദലഇ ദൈനി വഗലബത്തിർ റിജാൽ. ജുബ്ൻ എന്താ? ഭീരുത്വം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അൽ ഹം, ഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വേവലാതി ഉണ്ടല്ലോ, അതിനാണ് ഹം എന്ന് പറയാം. വൽ ഹസൻ, ഹസൻ എന്നും ചില ഹുസൻ എന്നും അതിനെ വായിക്കാറുണ്ട്. ഹദീസുകളിൽ ഹർക്കത്തിട്ട് ഹസൻ എന്നാണ് കാണുന്നത്. ഹുസൻ എന്നും പറയും ദുഃഖത്തിന്. ഹസനിൽ നിന്നും, ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖമാണ് ഹസൻ. ഹം എന്താ? വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള വേവലാതിയും ബേജാറും പേടിയും ഒരു അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ ആജിസി വൽ കസൽ, ആജിസ് പറഞ്ഞാൽ കഴിവില്ലായ്മ, ഒരു ശേഷിയില്ലായ്മ. വൽ കസൽ മടി, വൽ ജുബൻ ഭീരുത്വം, വൽ ബുഖൽ പിശുക്ക്, വദലഇ ദൈൻ കടത്തിന്റെ ഭാരം, വഗലബത്തിർ റിജാൽ ആളുകൾ തോൽപ്പിച്ച് കളയുക, അല്ലെങ്കിൽ കടത്തിന്റെ പേരിൽ ആളുകൾ വന്ന് എതിർക്കുക, ബുദ്ധിമുട്ടിക്കുക, പരാജിതനാവുക, ആളുകൾക്കിടയിൽ ആളുകൾ നമ്മളെ അതിജയിക്കുക. ഇതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ ആജിസി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ
വളഇദ്ദൈൻ വഗലബത്തി റിജാൽ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അമ്നിലായിരിക്കും. ഈ സൂറത്ത് എവിടെ അവതരിച്ചതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിനിടയിൽ അവതരിച്ചിട്ടുള്ളതാണ്. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. لإيلاف قريش ഖുറൈശികൾക്ക് നാം ഇണക്കം സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ആയത്തിന് മുമ്പുള്ള സൂറത്തുമായി ചേർത്ത് വിശദീകരിച്ച മുൻഗാമികളുണ്ട്, മുഫസ്സിറുകളുണ്ട്. ചില മുൻഗാമികൾ പറയുന്നു, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചിരിക്കുന്നു, സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള തബഉ താബിഈകൾ പറഞ്ഞതായി, ഞങ്ങൾക്കൊരു ഇമാം ഉണ്ടായിരുന്നു, അദ്ദേഹം സൂറത്തുൽ ഫീൽ ഓതിയാൽ ഖുറൈശും കൂടി ഓതുമായിരുന്നു നിസ്കാരത്തിൽ. അങ്ങനെ മുൻഗാമികൾ ചിലർ അഭിപ്രായപ്പെട്ടതായി ഇമാം ഖുർത്തുബി പറഞ്ഞിരിക്കുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂലിൻ ലിഇലാഫി ഖുറൈശ്. ഖുറൈശികൾക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി അസ്ഹാബുൽ ഫീൽ ആനക്കാരെ നാം നശിപ്പിച്ചു. ഇനി മുഫസ്സിറുകൾ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് നാം സൗകര്യം നൽകിയതിനാൽ ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ സൗകര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഫലിയഅ്ബുദു, അതുകൊണ്ട് അവർ ആരാധിച്ചു കൊള്ളട്ടെ, ഒരുവനെ മാത്രം അവരാരാധിച്ചു കൊള്ളട്ടെ, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ ഈ ബൈത്തിന്റെ അഥവാ കാബയുടെ റബ്ബായ അള്ളാഹുവിനെ, എല്ലാത്തിൻ്റെയും റബ്ബായ അള്ളാഹുവിനെ. കാബയുടെ റബ്ബ് എന്ന് പറയാൻ കാരണം അത് കാബക്കൊരു അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ്. ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സൗകര്യപ്പെടുത്തിയതിനാൽ, അല്ലെങ്കിൽ സൗകര്യപ്പെടുത്താൻ വേണ്ടി, നേരത്തെ സൂറത്തുമായി കൂടിച്ചേരുമ്പോൾ. ഈലാഫിഹിം, അവരുടെ സൗകര്യം, അവർക്കുള്ള ഇണക്കം, റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശിതായിലും സൈഫിലും അവരുടെ യാത്രക്ക്. റിഹ്ല യാത്ര, ശിത തണുപ്പുകാലം, ശൈത്യകാലം, സൈഫ് ഏതാണ് കാലം? ഉഷ്ണകാലം. അവർ യാത്ര പോയിരുന്നു. ഷിതായിൽ എവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്കാണ് പോയിരുന്നത്. തണുപ്പ് കാലത്ത് എവിടത്തേക്കാണ് പോയിരുന്നത്? യമനിലേക്കാണ് പോയിരുന്നത്. കാരണം യമൻ പൊതുവെ ഉഷ്ണ കാലാവസ്ഥയുള്ള നാടാണ് യമൻ. എന്നാൽ അവർ ചൂടുകാലത്ത് എവിടത്തേക്കാണ് പോയിരുന്നത്? ലിഷാം. ഉഷ്ണകാലത്ത് സൈഫിൽ അവരെവിടത്തേക്കാണ് പോയത്? ഷാമിലേക്ക്. കാരണം ഷാം എന്താണ്? തണുപ്പുള്ള നാടാണ് ഷാം, അറിയാലോ. പിന്നെ ലിബിയയിലൊക്കെ നല്ല തണുപ്പുള്ള നാടാണ്. ലിബിയ അല്ല, ക്ഷമിക്കണം, സിറിയ, അതുപോലെ വേറെ ഏതാണ് അതിൻ്റെ അടുത്തുള്ള നാട് ഏതാണ്? ഫലസ്തീൻ, ജോർദാൻ, അതുപോലെ ഫലസ്തീൻ, ജോർദാൻ, യഹൂദികൾ പിടിച്ച സ്ഥലം, അതുപോലെ പിന്നെ ഏതാണ് സ്ഥലം? പിന്നെ ഏതാ സ്ഥലം? ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ജൂതന്മാരവിടെ പിടിച്ചിട്ടുള്ള സ്ഥലം, പിന്നെ ലെബനോൻ. അതാണ് എൻ്റെ വായിൽ കിട്ടാത്ത പേരാണ്. നല്ല തണുപ്പുള്ള ആ കാലാവസ്ഥ കൊണ്ട് അറിയപ്പെട്ട നാടാണ് ലുബ്നാൻ എന്നറിയപ്പെടുന്ന നാട്. ഒക്കെ സമീപ പ്രദേശങ്ങളാണ്. അതിൻ്റെ തലസ്ഥാനമാണ് ലുബ്നാൻ, ബെയ്റൂത്ത് ഉണ്ടല്ലോ, ബെയ്റൂത്ത്. ഷാമിൽ ആണ് അവർ ഉഷ്ണകാലത്ത് പോയിരുന്നത്. കാരണം ഷാം തണുത്ത പ്രദേശമാണ്. റിഹ്ലത ശിതാഇ വസ്സൈഫ്, കച്ചവടത്തിന് അവർ പോയിരുന്നു. ഹറമിന്റെ ആളുകളായതുകൊണ്ട് ഹറമിലും അവർക്ക് നിർഭയത്വമാണ്, പുറത്തും അവർക്ക് നിർഭയത്വമാണ്. അവരാക്രമിക്കൂല. എവിടെ പോയാലും ഹറമിന്റെ ആളുകൾ എന്ന നിലക്ക് അവർക്ക് സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ റബ്ബിന്റെ നാഥനെ അവരാരാധിക്കട്ടെ, ഈ ബൈത്തിന്റെ റബ്ബിനെ അവരാരാധിച്ചു കൊള്ളട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ,
ഏതൊരുവനാണോ അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയിട്ടുള്ളത്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നവർക്ക് നിർഭയത്വം അമ്ന് നൽകിയിട്ടുള്ളത്. ഈ സൂറത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇബ്നു കസീറിന്റെ തഫ്സീർ. ആ ഹദീസ് പറയുമ്പോൾ ഞാൻ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 7 അനുഗ്രഹങ്ങൾ, 7 പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊക്കെയാണത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പെട്ട ആളാണ്. 2, അത് ഒരു അബദ്ധമാണ്. കാരണം നുബുവത്ത് അവരിലാണ്, ഞാൻ അവരിലാണ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് റിവായത്തുകളിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന പ്രസിദ്ധമായ കിതാബിൽ 1944 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ വേറൊരു റിവായത്താണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതാണ് ശരിയായ റിവായത്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അലം. നുബുവത്ത് അവരിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലാണല്ലോ. പിന്നെ ഖിലാഫത്ത് അവരിലാണ്. ഖിലാഫത്തിന്റെ അവകാശികൾ ആരാണ്? ഖുറൈശികളാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറയാം. 3, ഹിജാബത്ത് അവർക്കാണ്, കാബയുടെ സംരക്ഷണം. സിഖായ, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, സിഖായ അവരിലാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അസ്ഹാബുൽ ഫീലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഹറമ് തകർക്കാൻ വന്ന, കാബ തകർക്കാൻ വന്ന ആളുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അവർ അള്ളാഹുവിനെ 10 വർഷം ആരാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു അബദ്ധം പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സമയത്ത് അള്ളാഹുവിനെ അവരല്ലാതെ ആരാധിച്ചിട്ടില്ല. ആ സമയത്ത് അള്ളാഹുവിനെ ഖുറൈശികൾ മാത്രമാണ് ആ 10 കൊല്ലം ദുനിയാവിൽ ആരാധിച്ചത്. ആര് മാത്രമാണ്? ഖുറൈശികൾ മാത്രമാണ്. ഒരു 10 വർഷം. ഏതാണ് ആ 10 വർഷം? അല്ലാഹു അലം. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അല്ലാഹു അലം. ഒരു 10 വർഷക്കാലം അള്ളാഹുവിനെ ആരാധിച്ചിട്ടുള്ളത് ഖുറൈശികൾ മാത്രമാണ്. മനസ്സിലല്ലോ, മനുഷ്യരിൽ അള്ളാഹുവിനെ ആരാധിച്ചത് ഖുറൈശികൾ മാത്രമാണ്. ഒരു 10 വർഷം. അതാണ് ഒരു പ്രത്യേകത. അടുത്തത് എന്താണ്? അള്ളാഹു അവരുടെ വിഷയത്തിൽ, അവരുടെ കാര്യത്തിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ലിഈലാഫി ഖുറൈശ്. അതിൽ ഖുറൈശികളില്ലാതെ ദുനിയാവിൽ ആരും അതിൽ പെടില്ലല്ലോ ഈ വിഷയത്തിൽ. അതാണ് ഖുറൈശ് എന്ന സൂറത്ത് അവരുടെ വിഷയത്തിൽ അള്ളാഹു ഇറക്കി. ഇങ്ങനെ 7 പ്രത്യേകതകൾ. മനസ്സിലായല്ലോ. നുബുവത്ത് അവരിലാണ്, ഖിലാഫത്ത് അവർക്കാണ്, ഹിജാബത്ത് അവർക്കാണ്, സിഖായത്ത് അവർക്കാണ്. ആനക്കാരെ അള്ളാഹു നശിപ്പിച്ചു. 10 വർഷം അള്ളാഹുവിനെ അവർ മാത്രം ആരാധിച്ചു. പിന്നെ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഈ സൂറത്ത് ഇറക്കിയിരിക്കുന്നു. സഹിഹായ ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ ഹദീസ് സഹിഹയിൽ 1944 നമ്പറായി ഇത് സഹിഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓദ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പറയട്ടെ. ഖുറൈശ് എന്നാണ് സൂറത്തിന്റെ പേര്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ജനിച്ച നബിയുടെ ഗോത്രത്തിന്റെ പേരാണ് ഖുറൈശ്. ഈ പേരെങ്ങനെ വന്നു? തഖറശ എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തഖറശ അതിന്റെ അർത്ഥം ഒന്നുകിൽ ഒരുമിച്ച് കൂട്ടുക, ശേഖരിക്കുക, അല്ലെങ്കിൽ സമ്പാദിക്കുക. മനസ്സിലായല്ലോ? രണ്ടും ഏകദേശം അടുത്തുള്ള അർത്ഥമാണ്. അതിന് കാരണമായി പറയുന്നത് അവരെ ഒരുമിച്ച് കൂടുക എന്നതിൽ നിന്ന് ഖുറൈശി എന്ന പദം വരാൻ എന്താണ് കാരണം? അതിനുള്ള ഒരു ചരിത്രം പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഖുസൈ ഇബ്നു കിലാബ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു, ഇവരുടെ പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ഒരാൾ. ഖുസൈ ഇബ്ൻ കിലാബ്. അയാൾ ഇവരെ ഹറമിന് പുറത്ത് ചിതറിക്കിടന്നിരുന്ന ഈ ആളുകളെ ഹറം പ്രദേശത്ത് ഇവരെ യോജിപ്പിച്ചത് ഈ ആളാണ്, ഖുസൈ ഇബ്ൻ കിലാബ് എന്ന ആളാണ്. അങ്ങനെ അവിടെ ചിതറിക്കിടന്നതിന് ശേഷം യോജിച്ചു എന്ന അർത്ഥത്തിൽ തഖറശ എന്നതിൽ നിന്ന് ഇവർക്ക് ഖുറൈശ് എന്ന് പേര് വന്നു എന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തത്, ഇവർ കച്ചവടക്കാരാണല്ലോ. അപ്പൊ കച്ചവടത്തിലൂടെ പൈസ സമ്പാദിക്കുന്ന ആളുകൾ. തഖറശ ശേഖരിക്കുക, സമ്പാദിക്കുക, കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. ഇവരെ കച്ചവടം പ്രസിദ്ധി ആർജിച്ച കച്ചവടമാണ്. നല്ല കഴിവുള്ള കച്ചവടക്കാരാണ്, അവർക്ക് നിർഭയത്വമുണ്ട് ഹറമിന്റെ ആളുകളായതുകൊണ്ട്. ഇങ്ങനെയാണ് ഈ പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. വേറെയും പല അഭിപ്രായങ്ങളുണ്ട്. ഇതാണ് രണ്ടെണ്ണമാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഇനി ആരാണ് ഈ ഖുറൈശികൾ? ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ ഉത്ഭവം എങ്ങനെയാണ്? അതിൽ ശരിയായ അഭിപ്രായമായി ഇമാം ഖുർത്തുബി ഒക്കെ പറയുന്നത്, നളർ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു, അന്നളർ. ആ ആളുടെ സന്താന പരമ്പര, അയാളുടെ മക്കളാണ് ആര്? ഖുറൈശികൾ. ഇമാം ഖുർത്തുബി പറയുന്നു, ഫകുല്ലു മൻ കാന മിൻ വലദിൻ നളർ ഫഹുവ ഖുറശിയ്യുൻ. ഖുറശിയ്യുൻ എന്നും പറയും, ഖുറൈശിയ്യുൻ എന്നും പറയും കേട്ടോ. ഖുറശി എന്ന് പറഞ്ഞാലും എന്താണ്? ഖുറൈശി. ഖുറൈശി നമ്മൾ നാട്ടിൽ കൂടുതൽ കേട്ടിട്ടുള്ള എന്താണ്? ഖുറൈശി എന്നാണ് നമ്മൾ പണ്ടേ മദർസിനൊക്കെ പാടി പഠിച്ച്. ഖുറശിയ്യുൻ എന്നും പറയാം, ഖുറൈശി അല്ലെങ്കിൽ ഖുറശി. ഫകുല്ലു മൻ കാന മിൻ വലദിൻ നളർ ഫഹുവ ഖുറശിയ്യുൻ. നളറിന്റെ മക്കളെല്ലാവരും ആരാണ്? ഖുറൈശികളാണ്. ദൂന ബനി കിനാന വമൻ ഫൗഖഹു. കിനാന എന്നു പേരുള്ള അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളുടെ പേരായിരിക്കണം കിനാന. അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ശേഷം പേരമക്കൾ ഒരാളായിരിക്കണം നളർ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നളറിന്റെ മക്കളാണ് ഖുറൈശികൾ. അതിന് മുകളിലുള്ള കിനാനയും വേറെ മക്കളൊന്നും ഇതിൽ പെടുകയില്ല. ഇനി വഖദ് ഖീൽ, ഖുർത്തുബി പറയാണ്, ഇങ്ങനെ ഒരു അഭിപ്രായവും പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഖുറൈശൻ ബനു ഫിഹർ ബിൻ മാലിക് ബിൻ അന്നദർ. നേരത്തെ പറഞ്ഞ നളർ ഉണ്ടല്ലോ, നളറിന്റെ മകനായ മാലിക്, മാലിക്കിന്റെ മകനായ ഫിഹർ, ഫിഹറിന്റെ മക്കളാണ് ഖുറൈശികൾ. അപ്പോ പിന്നെ നളറിന്റെ നേരെ മക്കൾ പലരും ഒഴിവാകും അല്ലേ? ഒഴിവാകല്ലോ. മാലിക്കിന്റെ വേറെ മക്കളും ഒഴിവാകും അല്ലേ? ഫിഹർ, മാലിക്കിന്റെ മകനായ ഫിഹർ, അയാളുടെ മക്കൾക്കാണ് ഖുറൈശികൾ എന്നും പറയുന്നു. വൽ അവ്വലു അസഹ് വ അസ്ബത്ത്. ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് ശരിയായതും സ്ഥിരപ്പെട്ടതും. അതിനൊരു ഹദീസിന്റെ പിൻബലം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലും വന്നിട്ടുള്ളതാണ്. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അത് ഞാൻ വായിക്കാം. അപ്പോ കിനാന പരമ്പരയിൽപ്പെട്ട നളർ എന്നയാളുടെ മക്കളാണ് ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും എന്നിട്ട് ഇമാം ഖുർത്തുബി എടുത്തു കൊടുത്തിരിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വാസില ബിൻ അൽ അസ്ഖ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ള പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ കിനാന മിൻ വലദി ഇസ്മാഈൽ വസ്തഫാ മിൻ ബനി കിനാന ഖുറൈശ വസ്തഫാ മിൻ ഖുറൈശ് ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ അസ്തഫ, അല്ലാഹു തെരഞ്ഞെടുത്തു
കിനാനയെ തെരഞ്ഞെടുത്തു. മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ട മക്കളിൽപ്പെട്ട, മക്കളുടെ പേരമക്കളൊക്കെ. വസ്തഫ മിൻ ബനി കിനാന ഖുറൈശ, കിനാനയുടെ മക്കളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശികളെ തെരഞ്ഞെടുത്തു. മനസ്സിലായി? അപ്പൊ വേറെയും മക്കളുണ്ടെന്ന് കിട്ടിയല്ലോ, നേരെയല്ല ഈ നവറിന്റെ. വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ബനു ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖുറൈശികളിൽ തന്നെയുള്ള ഒരു കുടുംബം, ഒരു ഉപഗോത്രം എന്നൊക്കെ പറയാം, ഖബീല, ഹാഷിം. വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം സന്തതികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഈ ഹദീസ് ഇതിന് തെളിവാണ്. ഖുറൈശികളെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ഹദീസാണിത്. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അറബികളിൽ ഏറ്റവും സ്ഥാനമുണ്ടായിരുന്ന ഗോത്രമാണ്. മനസ്സിലല്ലോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പപ്പാപ്പമാരൊക്കെ മുസ്ലിങ്ങളായിരുന്നെന്ന് കിട്ടുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പിതാവ് പോലും മുസ്ലിമായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആൾ വന്ന് ചോദിക്കാണ്, അയിന അബി, എൻ്റെ ഉപ്പ എവിടെയാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അബാക ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ്. ഫലമ്മ ഖഫ, അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എൻ്റെ പിതാവും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടി ആ കാര്യം കൂടി അറിയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി കരഞ്ഞ സംഭവം ഹദീസുകൾ കാണാം, സഹീഹ് മുസ്ലിമിലൊക്കെ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു മാത്രമല്ല, വഅബ്ക മൻ ഹൗലഹു, മറ്റുള്ളവരെ കൂടി നബി കരയിച്ചു. ഇവിടെ കരച്ചു കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. ഇസ്തഅ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅ്ദൻ ലി, ഞാൻ റബ്ബിനോട് അനുമതി ചോദിച്ചു എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാൻ, അള്ളാഹു എനിക്ക് അനുമതി തന്നില്ല. വസ്തഅ്ദൻതുഹു അൻ അസൂറ ഖബ്റഹ ഫഅദിന ലി, ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാൻ, അള്ളാഹു എനിക്ക് അനുമതി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം നവവി ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഷറഹ് മുസ്ലിമിൽ പറഞ്ഞു, ഈ ഹദീസിൽ തെളിവുണ്ട് മാതാപിതാക്കൾ മുശ്രിക്കുകളാണെങ്കിൽ അവരെ സന്ദർശിക്കാമെന്നതിന്. കാരണം മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബർ സന്ദർശിക്കാൻ അള്ളാഹു അനുമതി കൊടുത്തു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അത് കൂടുതൽ പ്രകടമാണ്, ജീവിച്ചിരിക്കുമ്പോൾ സന്ദർശിക്കാം എന്നതിന് തെളിവുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നവവി പറഞ്ഞു റഹിമഹുല്ലാഹ്, ഇതൊരിക്കലും ഈ ഉപ്പാന്റെ കാര്യത്തിൽ പറഞ്ഞു, ഇതൊരിക്കലും ഉപ്പ മുശ്രിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ മുശ്രിക്കായിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇത് ദഅവത്ത് എത്തിക്കാതെയുള്ള അള്ളാഹുവിന്റെ ശിക്ഷയല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, മറിച്ച് ഇബ്രാഹിം നബിയുടെ ദഅവത്ത് ആ സമൂഹത്തിൽ എത്തിയിരുന്നു. അപ്പൊ ഫത്രത്തിൽ ജീവിക്കുക എന്നൊരവസ്ഥ ഉണ്ടല്ലോ, ഫത്ര എന്ന് പറഞ്ഞ നബിമാരില്ലാത്ത ഒരു കാലഘട്ടം, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് അള്ളാഹ് അവരെ മുശ്രിക്കാന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് പരലോകത്ത് അവർക്ക് പരീക്ഷണം ഏർപ്പെടുത്തും. ആ പരീക്ഷണത്തിൽ ജയിച്ച ആളുകളെ അള്ളാഹു സ്വർഗത്തിലാക്കും. ആ ഫത്രത്തിലല്ല റസൂലുള്ളാഹിന്റെ പിതാവ് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാലോ? അതുപോലെ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് അത് വ്യക്തമായി പറഞ്ഞു. മുല്ല അലിയുൽ ഖാരി അദ്ദേഹം ഒരു പുസ്തകം തന്നെ ആ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്, അദില്ലത്തു മുഅ്തഖദി അബി ഹനീഫത്തിൽ അലം അൽ അഅളം. ഇമാം അബു ഹനീഫയുടെ തെളിവുകൾ എന്തിനുള്ള തെളിവുകളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുശ്രിക്കുകളായിരുന്നു എന്നതിനുള്ള ഇമാം അബു ഹനീഫ തെളിവുപിടിച്ച തെളിവുകൾ. ചില ആളുകൾ ഇതല്ലാത്ത ചില വാദങ്ങൾ കൊണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് ഉമ്മാനുപ്പാനെ അള്ളാഹ് രണ്ടാമത് ജീവിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് മുസ്ലിമാക്കി ഖബറിലേക്ക് തിരിച്ചയച്ചു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ, അങ്ങനെയുള്ള ചിലത് കൊണ്ടുവന്നപ്പോൾ മുല്ല അലിൽ ഖാരി മറുപടി പറയാണ്, 4 ഇമാമിങ്ങളും മുസ്ലിം ഉമ്മത്തിലെ ഇമാമികളെല്ലാം യോജിച്ച വിഷയമാണ് റസൂലുള്ളാഹിന്റെ ഉമ്മയും ഉപ്പയും മുശ്രിക്കുകളായിരുന്നു എന്നതിൽ. മുല്ല അലിൽ ഖാരി വ്യക്തമായി പറഞ്ഞു. ഇമാം സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി റഹിമഹുല്ലാഹ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, പല ആളുകളും മുതഅഖിറുകളായ പിൽഗാമികളായ പിൽക്കാലത്ത് വന്ന പലരും
ഇതിനു വേണ്ടി പല ബഹ്സുകൾ നടത്തി ഗവേഷണങ്ങൾ നടത്തി കള്ളക്കഥകളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം. എന്തിനാണ് സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ അന്വേഷിച്ചു പോകാത്ത, ചെകഞ്ഞു പോകാത്ത ഒരു വിഷയത്തിൽ ഇവരെന്തിനാണ് ചെകയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് എന്തെങ്കിലും കോട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ കാഫിറാണെന്ന് ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞാൽ, ഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അല്ലേ, നൂഹ് നബി വിളിച്ചു യാ ബുനയ്യ അർകം മഅന, മോനെ ഞങ്ങളുടെ കൂടെ കയറി, വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിറുകളുടെ കൂടെ പെട്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവൻ കാഫിറായി തന്നെ മരിച്ചുപോയി. ഭാര്യയും നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെ ഭാര്യയും, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സൂറത്ത് തഹ്രീമിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്, വിശദീകരിക്കുന്നില്ല. അപ്പോൾ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയം വ്യക്തമായി മനസ്സിലാക്കണം. ഈ പഴച്ച കക്ഷികളുടെ പണിയാണ് ഇങ്ങനെ വേണ്ടാത്ത കഥകൾ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഉമ്മാനെയും ഉപ്പാനെയും മുശ്രിക്കല്ല എന്ന് സ്ഥാപിക്കൽ. അത് വേണ്ടാത്ത ഗവേഷണമാണ്. കിതാബിലും സുന്നത്തിലും വ്യക്തമായി തെളിഞ്ഞ വിഷയത്തിൽ അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. റസൂലുള്ളാഹിന്റെ ഒരു മഹത്വവും അതുകൊണ്ട് ഇടിയുന്നില്ല. ഇനി ഇതാണ് ഖുറൈശികളുടെ അവസ്ഥ. ഖുറൈശികൾ ആരാന്ന് മനസ്സിലല്ലോ, കിനാനയുടെ പരമ്പരയിൽപ്പെട്ട, ഇസ്മായിൽ നബിയുടെ പരമ്പരയിലുള്ള കിനാനയിൽപ്പെട്ട ആളുകൾ. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇലാഫി ഖുറൈശ് ഇലാഫിഹിം رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഇമാം ഖുർത്തുബി മുൻഗാമികൾ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, وذلك بدعوة إبراهيم عليه السلام. ഈ അറബികൾക്ക് മക്ക രാജ്യത്ത് നിർഭയത്വം ഭക്ഷണമൊക്കെ കിട്ടാൻ അള്ളാഹു കാരണമാക്കിയത് എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. الله سورة البقرة 126 ആയത്തിൽ പറഞ്ഞു, وإذ قال إبراهيم അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ, അല്ലാഹുവേ നീയാക്കി തീർക്കണമേ, ഹാദാ ബലദൻ ആമിന, ഈ മക്ക നാട്ടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ, വർസുഖ് അഹ്ലഹു, ഈ നാട്ടുകാർക്ക് നീ റിസ്ക് കൊടുക്കണമേ, മിനസ്സമറാത്ത്, പഴവർഗ്ഗങ്ങളിൽ നിന്ന്, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരിൽ നിന്ന് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക്. അപ്പോൾ അള്ളാഹു പറയാണ്, ഖാല വമൻ കഫറ, അല്ല ആർക്കും കൂടി കൊടുക്കും, കാഫിറുകൾക്കും കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ഈ ഖുറൈശികളൊക്കെ കാഫിറുകളായിരുന്നില്ലേ, സുഭിക്ഷമായി അവർ ഭക്ഷിച്ചിരുന്നു, നിർഭയരായിരുന്നു അവർ, അവർക്കും അള്ളാഹു കൊടുത്തു. വമൻ കഫർ ഫൗമത്യഉഹു ഖലീല, കുറച്ച് മതാ, ജീവിത സൗകര്യം നാം അവർക്കും കൊടുക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത്, നൂഹ് നബിയുടെ കാലത്ത് ജനങ്ങളുടെ ആയുസ് എത്ര? വലിയ ആയുസ്സുണ്ടായിരുന്നു. ആ ജീവിച്ച കാഫറുകൾക്കും അവരെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖലീലാണ്. കാരണം ഈ ദുനിയാവ് ഖലീലാണ്, എത്ര കാലം ജീവിച്ചാലും ഖലീലാണ്, എത്ര കാലം ജീവിച്ചാലും ഖലീലാണ്. കാരണം പരലോകം ഉണ്ടല്ലോ, പരലോകം ഇവിടെ ഉണ്ടല്ലോ, വളരെ തുച്ഛമാണ് പരലോകം. ഖലീൽ വളരെ തുച്ഛം, ഒരു സൂചി. ദുനിയാവ് വളരെ തുച്ഛമാണ് പരലോകത്തെ തട്ടിച്ചു നോക്കുമ്പോൾ. അപ്പൊ ഖലീലൻ ثم اضطره الى عذاب النار وبئس المصير, പിന്നെ നാം അവരെ എവിടത്തേക്ക് അയക്കും? നരകത്തിലേക്ക് അയക്കും. وبئس المصير, അത് എത്ര മോശമായ സങ്കേതമാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ ഇതേ കാര്യം സൂറത്ത് ഇബ്രാഹിമിലും അള്ളാഹു പറഞ്ഞു, وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. سبحان الله. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നോക്ക്. وإذ قال إبراهيم, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. നേരത്തെ ആയത്തിൽ ബഖറയിലെ ആയത്തിൽ ഹാദാ ബലദൻ ആമിന എന്നാണ്. ഇബ്രാഹിമിലെ ആയത്തിൽ ഹാദൽ ബലദ ആമിന, ഈ നാട്ടിനെ നീ നിർഭയത്വമുള്ളതാക്കണേ. അല്ലാഹുവേ
വജുനുബിനി എന്നെ അകറ്റണമേ, കാത്തുരക്ഷിക്കണേ, വബനി എൻ്റെ മക്കളെയും അന്ന അബുദൽ അസ്നാം ഞങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. എന്നെ എൻ്റെ മക്കളെ എന്ന് പറയാനുള്ള കാരണം പല മുൻഗാമികളും പറഞ്ഞു, അതിലൊരു സൂചന ഉണ്ട്, എൻ്റെ ഉപ്പൊക്കെ ആരാധിച്ചിരുന്നത് പോലെ, ഇബ്രാഹിം നബിയുടെ ഉപ്പ ആരാധിച്ചിരുന്നത് പോലെ അങ്ങനെ ആക്കല്ല അല്ലാഹു, എന്നെ എൻ്റെ മക്കളെയും എന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ്. വജുനുബിനി വബനിയ അന്ന അബുദ, ബിംബാരാധനയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ബിംബങ്ങളെ തകർത്ത നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ബിംബങ്ങളെ പൊളിച്ചു, തീയിലേക്ക് എറിയപ്പെട്ടു അതിൻ്റെ പേരിൽ. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ അതിലാക്കി കളയല്ലേ. എത്ര പ്രാർത്ഥിക്കണം നമ്മൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ശിർക്കിനെ പേടിക്കണം, ഏത് സമയത്തും ശിർക്കിനെ ഭയപ്പെടണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, തൗഹീദിൽ മരിപ്പിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ റബ്ബേ, ഇന്നഹുന്ന തീർച്ചയായും ഈ ബിംബങ്ങൾ അദ്ലൽന കസീറൻ മിനൻ നാസ് ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിച്ചു. മുഫസ്സിറുകൾ പറഞ്ഞു, ബിംബങ്ങൾ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ വെറും ജമാദാത്താണ്. ബിംബങ്ങൾക്ക് വഴിതെറ്റിക്കാൻ പറ്റുമോ ആരെങ്കിലും? ഇല്ല. ജമാദുകളാണ്, ജീവനില്ലാത്ത, അല്ലേ, തട്ടിയിട്ട് മറിഞ്ഞു വീഴുന്ന സാധനങ്ങൾ. അതിനാരെങ്കിലും നിറവിലാക്കാനും പറ്റൂല, ദുർമാർഗത്തിലാക്കാം. പക്ഷെ അത് കാരണത്താൽ പലരും പഴിച്ചുപോയി. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹു എന്നെ ആര് പിൻപറ്റിയോ അവൻ എന്നിൽപ്പെട്ടവനാണ്, എൻ്റെ ആളാണ്. വമൻ അസാനി എന്നെ ആര് ധിക്കരിച്ചുവോ ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹു നീ പൊറുക്കുന്നവനാണ്, റഹീമാണ്. അങ്ങനെ പറയാനുള്ള കാരണം മുഫസ്സിറുകൾ പറയുന്നത്, ഒന്നുകിൽ എന്നെ ധിക്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽപ്പെട്ടവൻ, ഫഇന്നക ഗഫൂർ റഹീം നീ പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ടാവുക മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അറിയാത്ത കാലത്തായിരിക്കണം. അതുകൊണ്ടാണ് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആദ്യം, എന്നിട്ട് പിന്നെ ആ പ്രാർത്ഥന നിർത്തിയെന്ന് ഖുർആനിൽ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഫമൻ അസാനി എന്നെ ധിക്കരിച്ചവൻ എന്ന് പറഞ്ഞാൽ ദൂന ഷിർക്ക്, ഷിർക്കിന് താഴെയുള്ള ബാക്കി വിഷയങ്ങളിൽ എന്നെ ആരെങ്കിലും ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ പൊറുക്കുന്നവനാണ്, റഹീമാണ്. മുഫസ്സിറുകൾ പറഞ്ഞതാണ്. അവൻ അസാനി ഫഇന്നക ഗഫൂർ റഹീം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. സൂറത്ത് ഇബ്രാഹിമിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ നിന്ന് ചിലരെ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയെ, അതുപോലെ അടിമയായ ഹാജറിനെ അവിടെ ഞാൻ താമസിപ്പിച്ചു പോവുകയാണ്. ബിവാദിൻ ഒരു താഴ്വരയിൽ, ഗൈരി ദീ സറഇൻ ഒരു കൃഷിയുമില്ലാത്ത, ഒന്നുമില്ലാത്ത, വെള്ളം പോലും ഇല്ലാത്ത അവിടെ ഇട്ടേച്ചു പോവുകയാണ്. ഇൻദ ബൈതികൽ മുഹറം അല്ലാഹുവേ നിന്റെ പവിത്രമായ ബൈത്തിന്റെ അരികിൽ. അപ്പൊ ഈ ആയത്തിൽ നിന്നാണ് പല പണ്ഡിതന്മാരും തെളിവ് പിടിച്ചിട്ടുള്ളത് കാബ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഇസ്മായിൽ നബിയും കൂട്ടി വലുതായ ശേഷമല്ലേ പിന്നെ പണിയുന്നത്. വൈദ അർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടിയിട്ടാണല്ലോ പണിയുന്നത്. പക്ഷെ ഈ ചെറിയ കുട്ടിയായ ഇസ്മായിലിനെ അവിടെ ഉപേക്ഷിക്കുമെന്ന് തന്നെ ഇബ്രാഹിം നബി പറയുന്നു. എവിടെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ബൈത്തിന്റെ അരികിൽ. അപ്പൊ ഇതിൽ നിന്ന് മുഫസ്സിറുകൾ പലരും പറഞ്ഞു അവിടെ മുമ്പേ ഉണ്ടായിരുന്നു, ആദം നബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, ആദം നബിയാണ് പണിതത് എന്നൊക്കെ ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു, പിന്നെ പുതുക്കി പണിതത് മാത്രമാണ് ഇബ്രാഹിം നബിയും ഇസ്മായിലും. അവിടെ ഇട്ടേച്ചു പോവുകയാണ് ഞാൻ. റബ്ബനാ ലിയുഖീമുസ് സ്വലാ, അല്ലാഹുവേ അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി. ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഇവരുടെ അടുത്തേക്ക് താഴ്ന്നു ചെല്ലുന്നതാക്കണമേ. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അല്ലാഹുവേ അവർക്ക് സമറാത്ത് പഴവർഗ്ഗങ്ങൾ നീ റിസ്ക് കൊടുക്കണമേ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഈ പ്രാർത്ഥനയാണ് ഫലിച്ചത്, അള്ളാഹു സ്വീകരിച്ചത്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, വിശപ്പിൽ നിന്ന് അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി. വആമനഹും
മിൻ ഖൗഫ്, അവർക്ക് നാം ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി. ഇനി സൂറത്തു ഖസസിലെ ചില ആയത്തുകൾ അള്ളാഹു അവർക്ക് കൊടുത്ത ഈ നിർഭയത്വം എന്ന നിഅമത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു ഖസസിലെ ചില ആയത്തുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നീ നിനക്കിഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഏത് വിഷയത്തിൽ ആയത്തിറങ്ങിയത്? അബൂ താലിബ് കാഫറായി മരിച്ചപ്പോ അല്ലേ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. അബൂ താലിബിന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അബൂ താലിബിന്റെ സഹോദരനാണ്, നബിയുടെ അമ്മാണ്. മറ്റൊരു അമ്മാണ് ആര്? ഈ പറഞ്ഞ അബൂ താലിബ് മുസ്ലിമായില്ല, അബ്ബാസ് മുസ്ലിമാവുകയും ചെയ്തു. അപ്പോൾ വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും എന്ന് പറഞ്ഞാൽ അബ്ബാസ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി അള്ളാഹു ഉദ്ദേശിച്ച ആളുകളും. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് ഹിദായത്തിന്റെ ആളുകൾ എന്ന് അള്ളാഹുവിനാണ് നന്നായി അറിയുക. വഖാലു ഇന്നത്തബിഇൽ ഹുദാ മഅക നുതഖത്തഫ് മിൻ അർദിന. വഖാലു, അവർ പറഞ്ഞു, ഇന്നത്തബിഇൽ ഹുദാ മഅക, നിന്റെ കൂടെ ഈ സന്മാർഗം ഞങ്ങൾ പിൻപറ്റിയാൽ. അങ്ങനെ പറഞ്ഞ ചിലരുണ്ടായിരുന്നു എന്നാണ്. അറിയാം, പറയുന്നത് സത്യം അറിയാം. ഞങ്ങൾ പിൻപറ്റിയാൽ നുതഖത്തഫ് മിൻ അർദിന, ഞങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ റാഞ്ചിയെടുത്തു കൊണ്ടുപോകപ്പെടും, ഒത്തിരി കൊണ്ടുപോകും ഞങ്ങളെ. മുസ്ലിമീങ്ങൾ വളരെ ദുർബലരാണ്, ശത്രുക്കൾ ഒരുപാടുണ്ട് എന്ന് പേടിച്ച പല ആളുകൾ. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കിൽ ലഹും ഹറമൻ ആമിന യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കിൽ ലഹും ഹറമൻ ആമിന, അവർക്ക് നാം നിർഭയത്വമുള്ള ഒരു ഹറം പ്രദേശം സൗകര്യപ്പെടുത്തി കൊടുത്തില്ലയോ? യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ, എല്ലാ തരത്തിലുള്ള സമറാത്തും പഴവർഗ്ഗങ്ങളും അവിടത്തേക്ക് എത്തുന്നു. അങ്ങനത്തെ നാടാണ് മക്ക അല്ലേ? മക്കത്ത് പോയ ആളുകൾക്കറിയാം. യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള റിസ്ഖായിക്കൊണ്ട്. പക്ഷേ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിൽ ഭൂരിപക്ഷവും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല ഇക്കാര്യം. ഇങ്ങനെ നിർഭയത്വം നൽകി അള്ളാഹുവിന്, മുസ്ലിമായവന് നിർഭയത്വം കൊടുക്കാൻ പ്രയാസമുണ്ടോ? ഇല്ല. റാഞ്ചി കൊണ്ടുപോവോ? അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു എന്നിട്ട് പറയണം, വകം അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ബത്റത് മഈശതഹാ, എത്ര എത്ര നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ബത്റത് മഈശതഹാ, അതിലെ സൗകര്യങ്ങൾ, മഈശത്തിന്റെ ധാരാളിത്തം കൊണ്ട് അവരെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അള്ളാഹ് ശുക്ർ ചെയ്യാൻ അവർ മറന്നുപോയി. ഒരുപാട് മഈശത്ത് കിട്ടിയപ്പോൾ, നിർഭയത്തുണ്ടായപ്പോൾ, സൗകര്യം ഉണ്ടായപ്പോൾ അള്ളാഹിനെ മറന്നുപോയി. ഫതിൽക മസാകിനുഹും, അള്ളാഹു പറയാണ്, ഇതാ അവരുടെ വീടുകൾ, അവർ താമസിച്ചിരുന്ന വീടുകൾ. വേറെ രാജ്യത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ബിഇരിൻ മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ്, എത്ര എത്ര ഉപയോഗശൂന്യമായ കിണറുകൾ, എത്ര എത്ര കോട്ടകൾ, ആളുകൾ താമസിക്കാതെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതാ അവരുടെ വീടുകൾ. ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, അവർക്ക് ശേഷം അവിടെ കുറച്ച് മാത്രമേ താമസം നടന്നിട്ടുള്ളൂ. മുഫസ്സിറുകൾ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ ഭൂരിപക്ഷം അവരുടെ വീടുകൾ നശിച്ചുപോയി, വളരെ കുറച്ച് മാത്രമേ ബാക്കിയായുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അവരുടെ വീടുകളിൽ പിന്നെ താമസിച്ചത് ആരൊക്കെ? ആ വഴി കടന്നു പോകുന്ന യാത്രക്കാരെങ്കിലും പൊളിഞ്ഞടക്കുന്ന വീട് ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് താമസിച്ചു. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. അവരുടെ വീടുകൾ ഇതാ, അവർക്ക് ശേഷം അവിടെ കുറച്ചു മാത്രമേ താമസം ഉണ്ടായിട്ടുള്ളൂ. വകുന്നാ നഹ്നുൽ വാരിസീൻ, നാം തന്നെയായിരുന്നു അതിന്റെ അനന്തരാവകാശി. പിന്നെ അതിന് അവകാശി ആരാ? അള്ളാഹു മാത്രം. അതുപോലെ വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂല യത്ലു അലൈഹിം ആയാതിനാ വമാ കുന്നാ മുഹ്ലികൽ ഖുറ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ. ശേഷം അള്ളാഹു പറഞ്ഞതൊക്കെ സൂറത്തുൽ ഖസസിലെ ആയത്തുകളാണ്, 56 മുതൽ 60 വരെയുള്ള ആയത്തുകൾ. വമാ കാന റബ്ബുക മുഹ്ലികൽ ഖുറ, നിന്റെ റബ്ബ് നാടുകൾ നശിപ്പിക്കുന്നതല്ല. ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂല, അതിന്റെ ഉമ്മിൽ, ആ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണോ അവിടത്തേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടല്ലാതെ. യത്ലു അലൈഹിം ആയാതിന, ആ റസൂൽ അവർക്ക് നമ്മുടെ ആയത്തുകൾ ഓതിക്കൊടുക്കും. വമാ കുന്നാ മുഹ്ലികൽ ഖുറ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ, നാട്ടുകാർ ദുൽമിന്റെ ആളുകളായിരിക്കുമ്പോഴല്ലാതെ നാം ഒരു നാടിനെയും നശിപ്പിക്കില്ല. അള്ളാഹുവിന്റെ ആദിലാണ്, നീതിയാണ്. വമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ വസീനതുഹാ, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും, അള്ളാഹു നൽകിയ ഉപജീവനവും നിർഭയത്വവും ഒക്കെ
ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ്. വസീനത്തു അതിന്റെ അലങ്കാരങ്ങളാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ അല്ലാഹുവിങ്കലുള്ളതാണ് ഖൈർ, ഏറ്റവും ഖൈറും അതുപോലെ അബ്ഖാ നിലനിൽക്കുന്നതും. അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനസ്സിലായല്ലോ? ഇത് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ഞാനിപ്പോൾ ഓതിയ ആയത്തുകളിൽ ചിലത് കൊടുത്തിട്ടുണ്ട്, ബാക്കിയാണ് ഓതിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, വആമനഹും മിൻ ഖൗഫ് അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകിയിരിക്കുന്നു. റിസ്ക് മാത്രമല്ല, നിർഭയത്വം. ഇനി ഖുറൈശികൾക്ക് അള്ളാഹ് കൊടുത്ത നിർഭയത്വം, നമ്മൾ നേരത്തെ പറഞ്ഞ നിർഭയത്വം ഉണ്ടല്ലോ, ആ നാട്ടിൽ ഹറമിന്റെ ആളുകളാന്നുള്ള നിർഭയത്വവും അതുപോലെ പുറത്തു പോയാലുള്ള നിർഭയത്വവും അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു വആമനഹും മിൻ ഖൗഫ് അൻ തകൂനൽ ഖിലാഫത്തു ഇല്ലാ ഫീഹി. ഖലീഫയാകാൻ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിലാഫത്ത് ആർക്കാണ്? ഖുറൈശികൾക്കാണ് എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് അവരിലാണെങ്കിൽ പിന്നെ അവർക്ക് ആരെങ്കിലും പേടിക്കണോ? വേണ്ടല്ലോ. ആ നിലക്കും കൂടി നിർഭയത്തുണ്ടല്ലോ. ആ വിശദീകരണം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ നിലക്കുള്ള നിർഭയത്വം കൂടി. അതുപോലെ തന്നെ ഐ കഫാഹും അഖ്ദുൽ ഇലാഫി മിൻ മുലൂക്ക്, മറ്റുള്ള രാജാക്കന്മാരുടെ കീഴിൽ അവരെ സൗകര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥ അവർക്കില്ല. ഫല്ലാഹു അലം, അള്ളാഹു ആണ് നന്നായി അറിയുന്നത്. വല്ലഫ്ലു യഉം, ഖുർത്തുബി പറയുന്നു ഈ ലഫ്ല് പൊതുവായതാണ്, ഈ നിർഭയത്വം മാത്രമേ എല്ലാം പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനം പറയാമെന്ന് പറഞ്ഞു, അതായത് ഖുറൈശികൾക്കാണ് ഖിലാഫ. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരം. അപ്പോൾ മുസ്ലിം ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ്? വോട്ടെടുപ്പ് നടത്തിയിട്ടാ? അല്ല. വോട്ടെടുപ്പ് ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിക രീതിയല്ല വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് ഇസ്ലാമിക രീതിയാണെന്നാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും അതിൻ്റെ പകർപ്പുകളായ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിക ഗവൺമെൻറ്, ഇസ്ലാമിക രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഇറാൻ. കാരണം അവിടെ തെരഞ്ഞെടുത്തിട്ടാണ് ഭരണാധികാരിയെ തീരുമാനിക്കുന്നത്. അത് ഈ ഷിയാക്കളുടെ നാടാണത്. സകല ശിർക്കും ഖുറാഫാത്തും ഒക്കെയുള്ള സഹാബത്തിന് ചീത്ത വിളിക്കുന്ന ആ കൗമിന്റെ നാട്. അത് കൂടാതെ ആ തെരഞ്ഞെടുപ്പിനെയും കൂടി അവരെ പൊക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രീതിയല്ല. ഇസ്ലാമിലുള്ള രീതി അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് ആണ് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത്. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, കെട്ട് ഇടാനും കെട്ടഴിക്കാനും കഴിയുന്ന ആളുകൾ എന്നാണ് അതിന്റെ വാക്കർത്ഥം. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും പക്വമതികളുമായ ആളുകൾ കൂടി തെരഞ്ഞെടുക്കുക ഭരണാധികാരിയെ, കുറച്ചാളുകൾ. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള പല ഷർത്തുകളുണ്ട് ഭരണാധികാരിക്ക്. ഭരണാധികാരി മുസ്ലിം ആയിരിക്കണം, പുരുഷനായിരിക്കണം, അതുപോലെ സ്വതന്ത്രനായിരിക്കണം, അടിമയാകാൻ പാടില്ല, ഖുറൈശി ആയിരിക്കണം, ആലിമായിരിക്കണം, ആദിലായിരിക്കണം, നീതിമാനായിരിക്കണം, പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കണം, സ്വബുദ്ധിയുള്ള ആളായിരിക്കണം. മനസ്സിലായല്ലോ? ഇങ്ങനെ പല നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്യണം? ഇതൊക്കെ പരിഗണിക്കണം. അതിൽപ്പെട്ടതാണ് ആരായിരിക്കണം? ഖുറൈശി ആയിരിക്കണം. ഖുറൈശി ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഖിലാഫത്ത് അവരിലാണ്. എന്നാൽ അതല്ലാതെ ഒരു ഭരണാധികാരി അയാളുടെ മകനെ ആണ് ആവേണ്ടതെന്ന് പറഞ്ഞു. ആ മകൻ അയാൾക്ക് ശേഷം ഭരണാധികാരിയായി, ഭരണം അയാളിൽ ആയി, അയാള് ഭരണാധികാരിയായി. അപ്പൊ അയാളിൽ ഈ പറയപ്പെട്ട ഷർത്തുകളിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ നീതിമാനായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ക്രൂരനായിരിക്കും, ആള് ആലിമായിരിക്കണമെന്നില്ല, ചിലപ്പോൾ അത്ര ആലിമൊന്നുമല്ല, ഖുറൈശി ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ മോൻ തന്നെ ആണെന്നില്ല, വേറൊരാളെ നോമിനേറ്റ് ചെയ്താൽ പോരെ, ഈ ആദ്യം ഉണ്ടായിരുന്ന ആള്. അപ്പൊ അയാൾക്ക് ഭരണം സ്ഥിരപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? കലാപുണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല. അത് വേറെ വിഷയമാണ്. അത് ഒരുപാട് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകം അതിന് ക്ലാസ് എടുക്കണം. ഭരണാധികാരിയായിട്ടുള്ള ഈ മുസ്ലിങ്ങളായിട്ടുള്ള നിലപാടും ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ, കലാപത്തിന്റെ വിഷയങ്ങളൊക്കെ കുറെ പറയാനുള്ള വിഷയമാണ്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഈ നിലക്ക് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്ത് വേണം? ഇതിൽ ഖുറൈശിയാണെന്നത് കൂടി പരിഗണിക്കണം. പക്ഷേ ഒരാൾക്ക് ഭരണം സ്ഥിരപ്പെട്ടു, അയാൾ ഭരണാധികാരിയായി, ഒന്നുകിൽ ഒരു രാജാവിനെ കൊലപ്പെടുത്തിയിട്ടാണെന്ന് കൂട്ടിക്കോ, മുസ്ലിമാണ് ആള്, കൊലപ്പെടുത്തിയിട്ട് അയാൾ ഭരണാധികാരിയായി, ഖുറൈശിയല്ല, ഭരണം അയാൾ സ്ഥിരപ്പെട്ടു, പിന്നെ അയാൾക്കെതിരെ കലാപം ഉണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല. ക്ഷമിച്ചു നിൽക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അയാൾ ലാലിമാണെങ്കിൽ അയാളെ മാറ്റാൻ, കലാപം ഉണ്ടാക്കാൻ പാടില്ല. അൻ തറാ കുഫ്റൻ ബവാഹൻ,
വ്യക്തമായ കുഫർ കാണുന്നത് വരെ നിസ്കരിക്കാത്ത കാഫറാവുക. എന്നാലും എന്തു വേണം, അയാളെ മറിച്ചിടാനുള്ള യഥാർത്ഥത്തിലുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിൽക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അത് ഒരുപാട് പറയേണ്ട വിഷയമാണ്. അപ്പൊ ഖുറൈശി ആയിരിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ തന്നെ ഉള്ളതാണ്. അള്ളാഹു അവർക്ക് നൽകിയ 7 ശ്രേഷ്ഠതകൾ ഒന്നെന്താണ്? വൽ ഖിലാഫത്തു ഫീഹിം, അവരിലാണ് ഖിലാഫത്ത്. ആ അമ്നും കൂടി ഇതിൽ വന്നു. വാമനഹും മിൻ ഖൗഫ്. സുബ്ഹാനല്ലാഹ്, വലിയ അമ്നല്ലേ? അധികാരം അവർക്കാണെന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന്റെയും കീഴിലല്ല അവരെന്ന് പറഞ്ഞാൽ, സ്വന്തം ആളാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങളാണ് ഭരണാധികാരികൾ, നഹ്നുൽ ഉമറ വ അൻതുമുൽ വുസറ. അൻസാരികളോട് പറഞ്ഞതാണ്, ഞങ്ങളാണ് ഉമറ. മുഹാജിറുകൾ പറഞ്ഞതാണ്, മക്കത്ത് നിന്ന് വന്ന മുഹാജിറുകൾ അൻസാരികളോട് നഹ്നുൽ ഉമറ, ഞങ്ങളാണ് ഭരണാധികാരികൾ. വ അൻതുമുൽ വുസറ, നിങ്ങളാരാണ്? വസീർ എന്ന് പറഞ്ഞ മന്ത്രിക്ക് പറയല്ലോ, ഭരണാധികാരികളെ സഹായിക്കേണ്ട ആളുകളാണ് ആര്? അൻസാറുകൾ. അത് സഹാബത്തിന്റെ വാക്കാണ്. ഇത്രയുമാണ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീൻ നന്നായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم زدنا علما نافعا وعملا متقبلا. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.